ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഒരുപാട് ദിവസമായി മുഖം കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ടൈം കുറവാണ്. ഡെയിലി ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ് സ്കൂൾ തുറന്നതൊക്കെ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഡെയിലി ക്ലാസ് ഉണ്ടായത് കൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലാസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഗോപ്രോയുടെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗോപ്രോ ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ എന്തുകൊണ്ടാണ് ഗോപ്രോയിൽ വീഡിയോ എടുക്കാത്തത്, നീ എന്നും ഗോപ്രോ ചോദിക്കുമ്പോൾ ഗോപ്രോയിൽ എല്ലാ കാര്യം വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗോപ്രോ ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത്, അതുപോലെ തന്നെ ഗോപ്രോ എന്താ എനിക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ഗോപ്രോ എന്ന് പറയുന്ന ക്യാമറ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. നിങ്ങൾക്കറിയാം, വ്ളോഗ് ചെയ്യുന്നവർക്ക് പറ്റിയ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത്, ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ക്യാമറ എന്ന് പറയുന്നത് ഈ ഗോപ്രോ Hero 9 തന്നെയാണ്. അതിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇതുവരെ ഞാൻ എന്തുകൊണ്ടാണ് ഗോപ്രോയിൽ വീഡിയോസ് എടുക്കാതിരുന്നത് എന്ന് വെച്ചാൽ, ഇതുവരെ എനിക്ക് നമുക്കറിയാം, ഈ ക്യാമറയിലൊക്കെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടേണ്ടി വരും. ഇതിൽ സിസ്റ്റം മെമ്മറി കാർഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് മെമ്മറി കാർഡ് ഇട്ടാൽ മാത്രമേ ഇതിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ആ മെമ്മറി കാർഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മെമ്മറി കാർഡ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോസ് എടുക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് കാരണം. പിന്നെ അതുപോലെ തന്നെ ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെയാണ് എനിക്കിതിന് മെമ്മറി കാർഡ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്ത് നോക്കി, എന്താ പാട് ക്വാളിറ്റി എല്ലാം തന്നെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അതായത് വീഡിയോസ് പറഞ്ഞാൽ പുറത്തുള്ള, ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് കാടുമൊന്തൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. വലിയ ഹെവി വീഡിയോസ് ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഇതിന് ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്നൊക്കെ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്രണ്ട് ക്യാമറ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടായതുകൊണ്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നുള്ളൂ, കാരണം കൂടുതൽ ലോങ് ഒന്നും പോകുന്നില്ല. ഇതിൽ 5K റെസൊല്യൂഷനിൽ എടുത്ത വീഡിയോ ആണ്. അതായത് അത്രയും നല്ലൊരു ക്വാളിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ആ ഒരു കളറിങ്ങും എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെയുള്ളത് കുറച്ച് സ്ഥലങ്ങളാണിത്, എന്നിട്ട് തന്നെ അത്രയും നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്നത് 5K റെസൊല്യൂഷനിലാണ്. ഇതേ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് 4K എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രയും മനോഹരമായിട്ടുണ്ട്, നല്ലൊരു പെർഫെക്ഷൻ എല്ലാം തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ മീൻസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വ്ളോഗ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. ബാക്ക് ക്യാമറ 5K റെസൊല്യൂഷൻ 4K ഉണ്ട്. അതുപോലെ തന്നെ 180p നമുക്ക് ലൈവ് സ്ട്രീമിങ്ങും എല്ലാം തന്നെ ഈ ഗോപ്രോ Hero 9 അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായ്പ്പോഴും വീഡിയോ എടുക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കുന്ന നമ്മുടെ ആ ഒരു കോലം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന രൂപം എങ്ങനെയുണ്ടെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഗോപ്രോയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഈ ക്യാമറ ഇഷ്ടപ്പെട്ടു. എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. അടിപൊളിയായിട്ടുള്ള ക്യാമറയാണ്. വ്ളോഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും. പുറത്തൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടാകും. എനിക്കും നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ അടിപൊളി ക്യാമറ എന്ന് പറയുന്നത് ഈ ഗോപ്രോ Hero 9 തന്നെയാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇൻഡോർ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഗോപ്രോനെക്കാട്ടി മികച്ച ക്യാമറകളുണ്ട്. കാരണം ഇൻഡോർ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഗോപ്രോ അത്രയ്ക്ക് അങ്ങ് സാറ്റിസ്ഫൈഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ഡോർ വീഡിയോസും ഔട്ട്ഡോറിൽ എടുക്കുന്ന വ്ളോഗുകളും ട്രാവൽ വ്ളോഗുകൾക്കും ഒക്കെ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഇത് നമ്പർ 1 ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്.
എന്തായാലും ഇൻഡോറിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ട ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാകും. എല്ലാവരും എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഇപ്പം ഞാൻ എടുക്കുന്നൊന്നും അധികം ലൈറ്റ് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ എന്നെ പോലുള്ളവർക്കൊക്കെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ GoPro ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും ഇൻഡോറിൽ ബെറ്റർ. എന്നാൽ ഔട്ട്ഡോറിൽ പോകുമ്പോൾ ട്രാവലിംഗും അതുപോലെ മറ്റു വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമ്പർ 1 ആയിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് ഈ GoPro Hero 9 തന്നെയാണ്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ക്യാമറയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇനി ഒരുപാട് വീഡിയോസും അതായത് ട്രാവൽ വീഡിയോസും മറ്റ് വ്ളോഗ് ചാലഞ്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ GoProയിലായിരിക്കും. ഇനി ഐഫോണിൽ എടുക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ഇൻഡോറിൽ എടുക്കുന്ന വീഡിയോസ് അധികം ഐഫോണിലും അതുപോലെ ഔട്ട്ഡോറിൽ എടുക്കുന്ന വീഡിയോസൊക്കെ അധികം GoProയിലും ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് GoPro ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്യാമറ തന്നെയാണ്. ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇനി ഒരുപാട് പ്രശ്നമാവും, ഇത് വാങ്ങി ആകെ ക്യാഷ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും, ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നല്ലൊരു ക്യാമറ തന്നെയാണ്, നല്ല ക്യാമറ തന്നെ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്യാമറ തന്നെയാണ്. ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയാണ് വീഡിയോ. ഇതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി കണ്ടിട്ട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് GoProയിൽ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ തന്നെയാണ്. ഓക്കെ, നാളെ മറ്റൊരു പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ മുഹമ്മദ് സൈനിങ് ഔട്ട്.